ശ്രീ ജോർജ് പടിപ്പാറ, ഇതിപ്പോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എത്ര വിവാദങ്ങളാണെന്നുള്ളതാണ്. പാലക്കാട്ട് നമുക്കറിയാം, ശോഭാ ജോർജുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി. ശോഭാ ശോഭാ ജോർജ് സുരേന്ദ്രൻ. കേൾക്കാമോ? ശ്രീ ജോർജ് പടിപ്പാറ കേൾക്കാമോ? കേൾക്കാം. ആ, ശോഭ ജോർജ് അല്ല, ശോഭ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ, സോറി. ശോഭാ സുരേന്ദ്രൻ വോട്ടിന് നോട്ടും സാരിയും സുരേന്ദ്രൻ. കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഏതോ ഒരു സിമിയുടെ വെല്ലമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ് എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ പ്രതിരോധം. പിന്നീട് കിറ്റ് വിവാദമുണ്ടായി. പലയിടങ്ങളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് കിറ്റുകൾ വെക്കുകയും അത് കണ്ടെത്തുകയും അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൊടിതോരണം ദേശീയ തലത്തിൽ നിന്ന് അവരുടെ കേന്ദ്ര നേതൃത്വം സൗജന്യമായി കൊടുക്കുന്ന കൊടിക്ക് പലചരക്ക് കടയിൽ ബില്ല് എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട പരാതി ബി ജെ പിയുടെ പ്രാദേശിക പ്രവർത്തകൻ തന്നെ നൽകി ആ കേസ് മുന്നോട്ട് വന്ന് ഓർക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഹെലികോപ്റ്റർ കരാർ, കാർ വാടക തിരിമറി, അങ്ങനെ എല്ലാം കൂടി കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾക്കിടെയാണ് പരാതിക്കാർ ഈ കമ്മീഷൻ മുന്നിൽ ഹാജരാകാതെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് യാതൊരു തട്ടിപ്പും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യാനുള്ളൊരു ഏതാണ്ട് അതിൻ്റെ ഒരു അവസാനത്തിലേക്ക്, ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്താണ് പി സി ജോർജ് വക വെടിപൊട്ടിക്കൽ. മാധു, ഒരു കാര്യം ഷാബു പ്രസാദ് പറഞ്ഞതിനോട് നമുക്ക് തത്വത്തിലെങ്കിലും യോജിക്കേണ്ടി വരും. ഈ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന കണക്കൊന്നും അല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഓരോ സ്ഥാനാർത്ഥികളും മുടക്കുന്നത് അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ 40 ലക്ഷം കൊണ്ട് ഒന്നും ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പറ്റില്ല. അവിടെ അടിച്ചുകൂട്ടുന്ന മൾട്ടി കളർ പോസ്റ്ററുകൾക്ക് മാത്രം അതിൽ കൂടുതൽ കാശ് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഓരോ ബൂത്ത് തലത്തില്, പ്രത്യേകിച്ച് ഇപ്പൊ ഇടതുപക്ഷത്തെ പോലുള്ള പാർട്ടികൾക്ക് ഒരുപക്ഷെ ഈ പണം ചെന്നില്ലെങ്കിൽ പോലും മറ്റു ചില അത് കേഡർ സ്വഭാവം ഉള്ളത് കൊണ്ട് അവർക്ക് പ്രവർത്തിച്ചേ മതിയാവും, വീട് കയറിയേ പറ്റുള്ളൂ. മറ്റു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ബൂത്തിലേക്കും ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞ പണം പമ്പ് ചെയ്യണം. ഇപ്പൊ പി സി ജോർജ് പറഞ്ഞൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, ഒരു ബൂത്തില് ഏതാണ്ട് 32,000 രൂപ വെച്ച് കൊടുക്കാനുള്ള ധാരണയായിരുന്നു. അങ്ങനെ കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോ ഒരു ഒരു നിയോജകമണ്ഡലത്തിൽ എത്ര ബൂത്ത് ഉണ്ടാവും? 140 ബൂത്തുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ അത്രയധികം പണം ബൂത്തുകളിൽ പ്രവർത്തകർക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ അതിന്റെ പുറമെ ഈ ഇലക്ഷൻ പ്രവർത്തനമൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ സജീവ പ്രവർത്തകർക്കെല്ലാം ഈ പണത്തിന് പുറമെ തച്ചുകാശും ചിലർക്ക് കൊടുക്കണം. പിന്നെ അവരുടെ സന്തോഷത്തിന് കോഴിയും കള്ളും ഒക്കെ കൊടുക്കണം. ആ കള്ള് പലപ്പോഴും വീര്യമുള്ളത് എന്ന് പറഞ്ഞാൽ വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള അങ്ങനെ ഇതൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ 40 ലക്ഷം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കണ്ണു വെട്ടിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാം അറിയാം 40 ലക്ഷം എന്നുള്ളതിന് പകരം ഇപ്പൊ നമ്മൾ കേട്ടത് എന്താ, CPM തന്നെ ഒരു മണ്ഡലത്തിലേക്ക് എത്ര കാശ് വെച്ച് കൊടുത്തു, AICC എത്ര ഫണ്ട് കൊടുത്തു ഒരു മണ്ഡലത്തിലേക്ക് സ്പെഷ്യൽ. അതുകൊണ്ട് മതിയാകാതെ വന്നപ്പോൾ KC വേണുഗോപാൽ തന്നെ പല മണ്ഡലത്തിലും നേരിട്ടെത്തി സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുത്തു. അത് തന്നെ ഏകദേശം ഈ പൈസയിലൊക്കെ കൂടുതലാണ്. ഈ 40 ലക്ഷത്തിനൊക്കെ മുകളിൽ പല മണ്ഡലങ്ങളിൽ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നൊക്കെ വേർതിരിച്ചിട്ടാണ് കോൺഗ്രസ് ഓരോ മണ്ഡലത്തിലും പൈസ കൊടുത്തത്. അത് തന്നെ 1 കോടിയുടെയും 1.5 കോടിയുടെ ഒക്കെ കണക്കുകളൊക്കെ അങ്ങാടിപ്പാട്ടായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ 40 ലക്ഷത്തിന്റെ കണക്കൊക്കെ അത് ഈ പറഞ്ഞ പോലെ ആരെ ബോധ്യപ്പെടുത്താനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മൂക്കിപ്പൊടി വലിക്കാൻ തികയുമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ആ കണക്കുകൾ ഇവർ പറയുന്ന കണക്ക് അങ്ങ് വിഴുങ്ങുന്നു. ഇതൊക്കെ നാട്ടു നടപ്പല്ലേ, കാര്യം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കീറി കെട്ടാൻ പറ്റില്ലല്ലോ, കിള്ളിപ്പൊളിച്ച് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു കണക്ക് ഒപ്പിച്ചു കൊടുക്കും, ഇലക്ഷൻ കമ്മീഷൻ അത് ശരി. ശ്രീ ജോർജ് പടിപ്പാറ, ശരി, അത് നേരത്തെ അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യം. പക്ഷെ ഇതിപ്പോ ബി ജെ പിയിൽ ഞാൻ എണ്ണി പറഞ്ഞ കുറെ ഏറെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. അത് പറയാത്ത കാര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരത്തെ ഓഫീസ് സെക്രട്ടറി പറഞ്ഞല്ലേ, ചാക്കിൽ കിട്ടിയ പണം ചാക്കിൽ കെട്ടി 10-16 കോടി. 10-16 കോടി. അപ്പൊ ഇത് പണം എത്രയാ വരുന്നത് എന്നുള്ളതിന് വല്ല കണക്കുണ്ടോ? അതായത് ഏറ്റവും കൂടുതൽ പണം വരുന്നത് ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ, അതിനപ്പുറത്ത് മൾട്ടിനാഷണൽ കമ്പനികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളം എന്ന് പറയുന്നത്, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പോലും കോടാനുകോടികൾ, നേരത്തെ ഈ പറഞ്ഞ സുരേന്ദ്രന്റെ കാലത്ത് കോടാലി അല്ലെങ്കിൽ അവിടെ വെച്ചൊക്കെ പിടിച്ച കഥയും നമുക്കറിയാം. അതിന്റെ അന്വേഷണം എവിടെ പോയി എന്നും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പണം ഗംഭീരമായിട്ട് വരുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി. ഇവിടെ പി സി ജോർജിന് ഈ 4.5 കോടി ആ മണ്ഡലത്തിലേക്ക് കിട്ടി അല്ലെങ്കിൽ അയച്ചു, അത് സത്യമായിരിക്കും. 4.5 കോടി ആയിരിക്കാം ശരാശരി ഒരു B ക്ലാസ് മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ജയസാധ്യത ഉണ്ട് എന്നാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു 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 ആവറേജ് മണ്ഡലത്തിൽ അവർ കൊടുക്കുന്നത്. ആ 4.5 കോടി വന്നു, പക്ഷെ അതിൽ എനിക്കൊന്നും കിട്ടിയില്ല, ഞാനൊന്നും കണ്ടില്ല, ഞാൻ അറിഞ്ഞേയില്ല, കേട്ടേയില്ല എന്നൊക്കെ പി സി ജോർജ് പറയുന്നത് എത്ര കണ്ട് വിശ്വസിക്കാന്നുള്ളത് ഞാൻ അത് വിചാരിക്കുന്നില്ല. പി സി ജോർജ് ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള കക്ഷിയാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കാണ് അദ്ദേഹത്തെ കുരുക്കുന്നത്.
ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ പലതരം മിടുക്കുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ആ മിടുക്കിനെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആ തന്റെ ഇടത്തെയൊക്കെ ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ, ആ ഹീറോ വർഷിപ്പുള്ള ആ പൂഞ്ഞാർ മണ്ഡലത്തിലെ ആളുകൾ കുറെ കാലം അദ്ദേഹത്തെ ഹീറോ ആക്കി വാഴിച്ചു. അദ്ദേഹത്തിന്റെ ആ ഹീറോയിസത്തെ അവർക്ക് താല്പര്യമായിരുന്നു. ഇപ്പൊ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ടാക്ടിക്കൽ എറേഴ്സ് സംഭവിക്കുകയാണ്. ഒടുവിൽ എത്ര അത് മാറി കടന്നാണ് യു ഡി എഫിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ജനപക്ഷം, അത് കഴിഞ്ഞ് ബി ജെ പി, ഇങ്ങനെ എത്ര ചാട്ടം ചാടിയിട്ടാണ് അദ്ദേഹം ഒടുവിൽ ഇപ്പൊ ബി ജെ പിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം. ഇനി ചാടാൻ ഒരു സ്ഥലമില്ല. അതിനിടയ്ക്കാണ് ബി ജെ പിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. 4.5 കോടി വന്നു, എനിക്കറിഞ്ഞൂടാ അത് എന്ത് ചെയ്തു എന്ന്, എന്റെ കയ്യിൽ ഒന്നും കിട്ടിയില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ 1 മണിക്കൂറിനുള്ളിൽ മലക്കം മറിയാണ്. അത് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സജീവന്റെ കയ്യിലാണ് ആ പൈസയുടെ കണക്കെല്ലാം. എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ 10-30 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വസ്ത സന്തത സഹചാരിയായിട്ടുള്ള വലങ്കൈയായിട്ടുള്ള ആളാണ് ഈ പണമൊക്കെ ചെലവഴിച്ചത്. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഒരു പൈസ പോലും കളവ് നടത്താത്ത ഒരു റിട്ടയർഡ് അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു കാരണവശാലും ഒരു കള്ളവും ചെയ്യില്ല. നേരത്തെ പറഞ്ഞത് ഒരു പൈസ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വന്നില്ല, എവിടെ ചെലവഴിച്ചു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പറയുന്നു, അദ്ദേഹം മലക്കം മറിഞ്ഞ് പറയുന്നു, ഒരു 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 പണം പോലും, ഒരു ചില്ലിക്കാശ് പോലും കൃത്രിമം കാണിക്കാത്ത, ചതി ചെയ്യാത്ത, ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഏതാണ് എന്തുകൊണ്ടാണ് വിശ്വസിക്കേണ്ടത് പി സി എന്നുള്ളതാണ് ജോർജ് പ്രശ്നം. 1 മണിക്കൂറിനുള്ളിൽ മലക്കം പറഞ്ഞത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാധു. ഈ 1 മണിക്കൂറിനുള്ളിൽ പി സി ജോർജ് എന്തുകൊണ്ട് ഇങ്ങനെ മലക്കം പറഞ്ഞു? അങ്ങനെ പറഞ്ഞ വാക്ക് പെട്ടെന്ന് വിഴുങ്ങുന്ന ഒരാളൊന്നും അല്ല പി സി ജോർജ്. ഒരു ഫൈറ്ററാണ്. ബാക്കി എന്ത് കുഴപ്പം അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം ഒരു പോരാളിയാണ്. ആ പോരാളിയായിട്ടുള്ള പി സി ജോർജ് വെറും 1 മണിക്കൂർ കൊണ്ട് ഇത്തരത്തിലുള്ള യു ടേണെന്നോ സമ്മർ സോൾട്ടെന്നോ എന്ത് വേണേ വിശേഷിപ്പിക്കുക, ഇങ്ങനെ മറിയണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ മറിയാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? വളരെ ശക്തമായ വാണിംഗ് അല്ലെങ്കിൽ മുന്നറിയിപ്പ്, വളരെ ശക്തമായ താക്കീത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. ആ താക്കീത് എവിടുന്ന് വന്നു? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ താക്കീത് ചെയ്താൽ അദ്ദേഹം ഇത്രത്തോളം വരണ്ടു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വരലുന്നൊരു പാർട്ടിയല്ല അദ്ദേഹം, എനിക്കറിയാവുന്ന പി സി ജോർജ്. പക്ഷെ ഇപ്പൊ 1 മണിക്കൂറിനകം ഇത്രത്തോളം സമ്മർ സോൾട്ട് അടിച്ച് യു ടേൺ അടിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ചില്ലറ ഷോക്കല്ല അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായിട്ട് ഇപ്പൊ ഇതിലൊരു കാരണം മാധു നേരത്തെ പറഞ്ഞു. ഇതിനു മുമ്പുണ്ടായ ഈ പറഞ്ഞ അഴിമതിയുടെയും ഈ കൃത്രിമത്തിന്റെയും അതുപോലെ തന്നെ ആ പണം ചെലവഴിച്ച രീതികൾ, അത് അമക്കിയ രീതികളെ കുറിച്ചൊക്കെ പാർട്ടി ഏതാണ്ട് അന്വേഷിച്ച് ഒരു വിധത്തിൽ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് മുഖം രക്ഷിച്ചു വരുന്നതിനിടയിലാണ് പി സി ജോർജിന്റെ ഈ പറഞ്ഞ ഈ തുറന്ന് പറച്ചിൽ അല്ലെങ്കിൽ ഈ ഭയങ്കര ആയിട്ടുള്ള ആക്രമണം. ഈ ആക്രമണം ഇനി അത് വരുന്നതോട് ബാക്കിയെല്ലാം വീണ്ടും റീഓപ്പൺ ചെയ്യപ്പെടുമെന്ന് പാർട്ടി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അതിശക്തമായ ഒരു താക്കീത് പി സി ജോർജിന് കിട്ടിയിട്ടുണ്ടാകാം. ആ താക്കീതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇത് ശരിയാവില്ല, ഇത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല എന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിങ്ങൾ ഇങ്ങനെ ഈ അപകടത്തിലാക്കരുത് എന്ന് ഒരുപക്ഷെ ഷോൺ ജോർജ് കൃത്യമായ താക്കീത്, അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായ പറഞ്ഞു. താക്കീതോട് കൂടി തന്നെയാണ് ആ മലക്കം മറിച്ചിൽ എന്നത് വ്യക്തവുമാണ്. അത് എവിടെ നിന്ന് കിട്ടി? കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ, അതുകൊണ്ടാണോ ഇനി അദ്ദേഹത്തിന് പെട്ടെന്ന് മോദിയേക്ക് ഓർമ്മ വന്നത് എന്നറിയില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ എന്നും അറിയില്ല. എന്തായാലും പി സി ജോർജ് അന്ന് പറഞ്ഞതിനെയും പിന്നീട് തിരുത്തി പറഞ്ഞതിനെയും കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് ഒരു പരാതിയുമില്ല എന്നതാണ് അതിലെ ഏറ്റവും രസകരമായ വസ്തുത. Debate with Madhu Saji.